ഈ ഒരു സീൻ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ആയിരിക്കുമെന്ന് ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും? ഇല്ല, ഞങ്ങള് ചെന്ന് ക്യാമറാമാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ രേണു ഇങ്ങനെ അങ്ങനെ അത് ചെയ്തിട്ട് പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ 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 10-15 മിനിറ്റ് അരമണിക്കൂർ പോലും എടുത്തില്ല. അപ്പൊ ദാസേട്ടനും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സീൻ? ഞങ്ങൾ അവിടെ ചെന്ന് പാട്ട് കേട്ടാ നമുക്കറിയാം ഇന്റിമസി ഉണ്ട്. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? ഇന്റിമസി ഉണ്ട്. പിന്നെ അതിനകത്ത് കൂടുതൽ ഒരു സാധനം വന്നപ്പോ ഞാനും ദാസേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് അത് പറ്റത്തില്ല. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. അതെന്താന്ന് ചോദിച്ചാ മറിയുന്ന സീനുണ്ട്. അതായത് ദാസേട്ടൻ തലയ്ക്കം അങ്ങനല്ലടാ, ദാസേട്ടൻ മറിഞ്ഞു പോകുന്നു, ഞാൻ പുറകെ കടലിനകത്തോട്ട് അങ്ങ് ഉള്ളിലോട്ട് കയറി പോകുന്നത്. ഇപ്പൊ ആൾക്കാർ പറയാം കടലിലോട്ടൊക്കെ പോയാൽ മതിയായിരുന്നു. കടലമ്മ കൊണ്ടുപോയാ മതി. അപ്പൊ ആ ഒരു സീനുണ്ടേ. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എന്നാലും തിരിച്ചു വരുവേ. അപ്പൊ ഈ സുനാമി ആയിരുന്നു, അത് സുനാമി ആയിരുന്നു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞത് അതൊന്നും കൂടെ ഭംഗിയാകണേ. അപ്പൊ ക്യാമറ ഡിബിനാണ്. ഡിബിൻ പറഞ്ഞ കറക്റ്റ് ആണ്, അതിനകത്ത് ചെയ്യണം. അങ്ങനെ കെട്ടിപ്പിടിച്ച് മറിയുവാണ്. എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ഗോപിക ചേച്ചിയും ദിലീപേട്ടനും കെട്ടിപ്പിടിച്ച് മറിയാണ്. അത് അതിന്റെ സീന്റെ ആ ഭംഗി, അതാണ് ആ സിനിമയുടെ ആ പാട്ടിന്റെ നല്ല ഒരു ഭംഗി എന്ന് പറയുന്നത്. അതെ അതെ, പാട്ടിന്റെ ഭംഗി അതാണ്. പക്ഷെ അത് ഗോപിക ചേച്ചിയും ദിലീപേട്ടനുമാണ്. ഇതോ ഒരു മര്യാദ വേണ്ടേ? അപ്പൊ അങ്ങനെ മറിയാനാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ ആലേക്ക് അങ്ങനെ മറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നു. എന്റെ പൊന്നെ, അങ്ങനെ അന്നേരം ഞാൻ കോൺഫിഡൻറ്റ് ദാസേട്ട അങ്ങനെ പറയാം. അപ്പൊ ദാസേട്ട ഓക്കേടി, ഇങ്ങനെ മറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി ഇതായിരുന്നു സ്ഥിതി. പിന്നെ ഇങ്ങനെ കൈനീട്ട് നടക്കല്ല വേണ്ടത്, അധ്വാനിക്കണം. രണ്ടുപേർക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ.